ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, റോണി കെ ബേബി ഉന്നയിച്ച അതേ ആശയങ്ങളോട് തന്നെയാണോ ഇടതുപക്ഷവും അനുഭാവം പ്രകടിപ്പിക്കുന്നത്? അതായത് ഇത്തരത്തിൽ ഭരണഘടന വിരുദ്ധം, ഫെഡറലിസത്തിന് എതിര് എന്നുള്ള രീതികൾ. പക്ഷേ അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ 3/2 ഭൂരിപക്ഷം കൂടിയേ തീരുള്ളൂ. അതോടൊപ്പം തന്നെയാണ് ആ 3/2 ഭൂരിപക്ഷം രാംനാഥ് കോവിന്ദിന്റെ സമിതി റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളത് പ്രൊഫസർ റോണി കെ ബേബി സൂചിപ്പിച്ചത് എങ്ങനെയെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് 3/2 ഭൂരിപക്ഷം വേണമെന്നുള്ളത്. അതോടൊപ്പം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെയും അപ്രൂവലും വേണം എന്നുള്ളത്. ഇങ്ങനെ ഒരു തുറന്ന സമവായത്തിലൂടെ, ഒരു ചർച്ചയിലൂടെ ഒരു ഭേദഗതി രാജ്യത്ത് കൊണ്ടുവരുമ്പോൾ അതിലെന്താണ് തെറ്റ്? ദേശീയ തലത്തിൽ ഇടത് മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഒരേ അഭിപ്രായമാണ്. ഞങ്ങൾ ഇതിനെ പരിപൂർണമായിട്ട് എതിർക്കുകയാണ്. ഇവിടെ പറഞ്ഞ വാദഗതികൾ പലത് ശരിയല്ല. ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങൾ എന്താ? ഭരണസ്തംഭനം ഉണ്ടാവും, പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടാവും. ഈ പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഭരണമായിട്ട് എന്താ ബന്ധം? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഏറ്റെടുക്കുക, 5 വർഷത്തിൽ ഒരിക്കൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക പീരീഡിലേക്ക് മാത്രം, അതായത് കോഡ് ഓഫ് കോണ്ടാക്ട് എന്നുള്ള എടുക്കുന്ന ആ 10-30 ദിവസം മാത്രം പുതിയ പരിപാടികൾ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് ജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതായത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് തലേന്ന് വരെ ഗവൺമെന്റ് എന്തൊക്കെ പോളിസികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ടെൻഡറുകൾ നടത്തിയിട്ടുണ്ടോ അതെല്ലാമായിട്ട് മുന്നോട്ട് പോകാം. അന്ന് മുതൽ ഇത്ര ദിവസത്തേക്ക് മാത്രമാണ് പുതിയതായി യാതൊന്നും ചെയ്യാൻ പറ്റാത്തത്. അതിന് പോളിസി ഇംപ്ലിമെന്റേഷനുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല, ഭരണസ്തംഭനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ബഹുമാനപ്പെട്ട രാംകുമാർ സാർ പറഞ്ഞ ചില കാര്യങ്ങൾ പക്ഷേ ദേശീയ തലത്തിൽ എന്നൊരു സംവിധാനത്തിലേക്ക് എത്തും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നുമില്ല, യാതൊരു കാര്യവും അതിനകത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന അതിന്റെ തലേന്ന് വരെ, അതിന് തൊട്ട് മുമ്പ് വരെ ഗവൺമെന്റ് എന്തൊക്കെ പോളിസികൾ പ്രഖ്യാപിച്ചോ അതുമായിട്ട് മുന്നോട്ട് പോകും. അതിനുശേഷം പുതിയ പോളിസികൾ പാടില്ല, പുതിയ നിയമനങ്ങൾ പാടില്ല, പുതിയ ട്രാൻസ്ഫറുകൾ പാടില്ല. ഇതൊക്കെ ആ 10-30 ദിവസം മാത്രമാണ്. പിന്നെ കഴിഞ്ഞ 77 വർഷമായിട്ട് ഭാരതം ഇത്രയും പുരോഗമിച്ചത് ഈ ഇലക്ഷൻ തന്ത്രത്തിലല്ലേ? ഒരു സംസ്ഥാനത്തിന്റെ കാര്യം വെച്ച് നമുക്ക് നോക്കാം. അല്ല, ഞാൻ ഇത് എല്ലാ ഒരു പോളിസി കൊണ്ടുവരുന്നു. ഓരോ മാസത്തിന്റെ ഇടവേളകളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. എന്തുമാത്രമാണ് അത്തരം പോളിസികൾ പിന്നോക്കം പോകുന്നത്? ഓരോ സ്റ്റേറ്റിലെ പോളിസികൾ വ്യത്യാസമല്ലേ? തമിഴ്നാട്ടിലെ പോളിസി അല്ലല്ലോ കേരളത്തിലെ പോളിസി, ദേശീയ തലത്തിലുള്ള പോളിസി അല്ലല്ലോ ഒരു സംസ്ഥാനത്തിലെ പോളിസി. ഒരു കാര്യം കൂടി ഞാൻ പറയാം. രാംഗോപാൽ സാർ പറഞ്ഞ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം വളരെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഒരു അഭിഭാഷകനാണ്. CRPC, ഇപ്പോഴത്തെ BNS, ഇതിന് കേന്ദ്രം പാസ്സാക്കിയ നിയമമാണല്ലോ. ഇതനുസരിച്ച് നമ്മൾ ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ പ്രത്യേക പ്രൊവിഷൻ ഉണ്ടല്ലോ. രാംകുമാർ സാറിന് അറിയാം, പിടിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്താ? നിയമപരമായ കാര്യങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് അമെന്റ്മെന്റ് ചെയ്യാൻ അധികാരമുണ്ട്. CRPC കേരള ഗവൺമെന്റ് അമെന്റ്മെന്റ് ഉണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സ്റ്റേറ്റ് അമെന്റ്മെന്റുകളുണ്ട്. അതായത് സ്റ്റേറ്റിന്റെ പ്രായോഗിക സ്ഥിതി അനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയ ഇന്ത്യയിലെ എല്ലാ ക്രിമിനൽ നിയമങ്ങളുടെയും അടിസ്ഥാനമായ CRPC പുതിയ BNS അമെന്റ് ചെയ്യാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് അമെന്റ്മെന്റ് എന്ന് പറയും. പക്ഷേ ഈ ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് സംസ്ഥാനങ്ങൾക്ക് ഒരധികാരവുമില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ഇന്ത്യയുടെ ഫെഡറൽനെസ് എടുത്തു കളഞ്ഞുകൊണ്ട്, ഇന്ത്യയുടെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ട് അധികാരം മൊത്തം കേന്ദ്രത്തിലേക്ക് പോകുന്നു. ഏത് നിമിഷവും സംസ്ഥാന നിയമസഭ പിരിച്ചുവിടാം. നിലവിൽ അത് പറ്റുമോ? നിലവിൽ പിരിച്ചുവിടണമെങ്കിൽ എന്താ? ഒരു സ്റ്റേറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകണം, ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാവുകയോ അതിൽ വലിയ കലാപങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നിയമസഭ പിരിച്ചുവിടാൻ ഗവർണർക്ക് പ്രസിഡന്റിനോട് ശുപാർശ ചെയ്യാവുന്നത്. നിയമസഭ പിരിച്ചുവിടാം എന്ന് പറയുന്നത് എല്ലാ കാലത്തും പ്രായോഗികമായി നടപ്പിലാക്കാനല്ലല്ലോ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി. ഒറ്റ പ്രാവശ്യത്തെ നിയമസംഹിതയിലൂടെ, ഭേദഗതിയിലൂടെ ഒറ്റ പ്രാവശ്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കാലാനുസൃതമായി നീങ്ങുകയില്ലേ? ഇല്ല രോഹിണി, ഇത് നടപ്പിലാക്കിയല്ലാതെ ചെയ്യേണ്ട ഒരു ഉദാഹരണമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ 2029 നടപ്പിലാകുന്നു. കേരളത്തിൽ പുതിയ ഗവൺമെന്റ് വരുന്നു. ആ ഗവൺമെന്റ് 2030 ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു. ബാക്കി 4 വർഷത്തേക്ക് എന്ത് ചെയ്യും? പിരിച്ചുവിടേണ്ടി വരും, അല്ലെ പുതിയ ഇലക്ഷൻ നടത്തേണ്ടി വരും. അല്ല, എന്താ ചെയ്യുന്നത്? 2 മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ പിരിച്ചുവിടുക, അല്ലെങ്കിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ ഈ നിയമത്തിന് എന്താ പ്രാധാന്യം? ഈ നിയമത്തിന് എവിടെ പോകുന്ന പ്രാധാന്യം? കേരളത്തിൽ തന്നെ എടുക്കുന്ന പ്രകടനത്തിൽ 29 വരുന്ന മന്ത്രിസഭയ്ക്ക് 1 വർഷം കഴിയുമ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു. ആരും പിന്തുണ കൊടുക്കുന്നില്ല. പിന്നെ 4 വർഷം അവശേഷിക്കുന്നു. 4 വർഷം കേരളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒന്നുകിൽ പിരിച്ചുവിടണം, അല്ലെങ്കിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം. അതിന് വരുന്ന സൊല്യൂഷൻസ് എല്ലാം അപ്രായോഗികമാണ്, ഇംപ്രാക്ടിക്കലായിട്ട് മാറുന്നു. ഇത്